ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 173. തിരുവചന ജപമാലയുടെ അതിലത്തെ വിവിധ പ്രാർത്ഥനകൾ അതാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 2033 എന്ന മഹാജൂബിലി വർഷത്തിന് ഒരുക്കമായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കൃത്യം 2000 വർഷം തികയുന്നതാണ് 2033. അതിനൊരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനത്തിൻ്റെ ഭാഗമായി ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മറിയത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. അതിൻ്റെ ആമുഖമായിട്ടാണ് നമ്മൾ തിരുവചന ജപമാല നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. ആ തിരുവചന ജപമാലയിലും സാധാരണ ജപമാലയിലും നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അപ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ കുറേ ദിവസങ്ങളായി. ആ ചർച്ച ഹിന്ദു സഹോദരന്മാരോ ഗ്രീക്ക് തത്വചിന്തയോ വിശ്വസിക്കുന്ന കാര്യങ്ങളല്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് എന്ന് വളരെ ശക്തമായിട്ട് ഞാൻ കഴിഞ്ഞ പല വീഡിയോസിലൂടെ പറഞ്ഞു. ആ ചിന്തകളൊക്കെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ഒരു കാര്യം നമുക്കൊന്ന് ആവർത്തിക്കാം. മരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? മരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഞാൻ പറഞ്ഞ കാര്യം മുമ്പ് പറഞ്ഞൊന്ന് ആവർത്തിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ച ആത്മാവിന് നമ്മുടെ മാനസിക മാതാപിതാക്കൾ ശരീരം കൊടുക്കുമ്പോൾ ആ ആത്മാവ് ആളായി മാറും. അപ്പോൾ ബൈബിളിൽ ആത്മാവ് എന്ന് പറയുന്നത് ആളായി മാറിയ ആത്മാവിനെയാണ്. ആളായി മാറിയ ആത്മാവ്. ശരീരത്തിന് ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസത്തിൻ്റെ ഉയർപ്പ് നല്ല ഉദ്ദേശിക്കുന്നത് ആളുടെ ഉയർപ്പെന്നാണ്. ശരീരം എന്ന് പറഞ്ഞാൽ ആളാണ്, ആത്മാവെന്ന് പറഞ്ഞാൽ ആളാണ്. ബൈബിളിൽ ആ വാക്ക് ആത്മാവ് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ആള് എന്ന അർത്ഥത്തിലാണ്. ശരീരം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ആള് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ശരീരത്തിന് ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ആളുടെ ഉയർപ്പാണ്. ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ ഈ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ ആളായി മാറിയ ആത്മാവുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ആളായി മാറിയ ആത്മാവ്, ആ ആളായി മാറിയ ആളത്വമായി മാറിയ ആത്മാവ് നമ്മുടെ ഭൗതിക ശരീരത്തിൽ നിന്ന്, ആളിൽ നിന്നല്ല ഭൗതിക ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നു. ഇതാണ് മരണം. ആളായി മാറിയ ആത്മാവ് ഭൗതിക ശരീരത്തിൽ വേർപ്പെടുന്നു. ആ വേർപ്പെടലാണ് മരണം. ഭൗതിക ശരീരം മണ്ണോട് മണ്ണായി തീരുന്നു. ആളത്വമാറിയ ആത്മാവ് ഒരു തനത് വിധി നേരിടുന്നു. തനത് വിധി. കത്തോലിക്ക സഭയുടെ മതബോധനം 10:21. നീ ഇന്ന് എന്നോടുകൂടി പരദീസയിലായിരിക്കുമെന്ന് യേശു തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടവനും പശ്ചാത്തപിച്ചവനുമായ മരിച്ചവനുമായ കവർച്ചക്കാരനോട് പറഞ്ഞു. ഇത് അന്ത്യവിധിയെക്കുറിച്ചല്ലല്ലോ. നീ ഇന്ന് എന്നോടുകൂടി പരദീസയിലായിരിക്കും, അത് തനത് വിധിയെക്കുറിച്ചല്ലേ? ലോകാവസരത്തിൽ നടക്കുന്ന അന്ത്യവിധിയെക്കുറിച്ചല്ലല്ലോ. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെ യേശു തനത് വിധി വ്യക്തമാക്കിയിട്ടുണ്ട്. ലൂക്കാസ് സുവിശേഷം 16:22. പിന്നെ ഹെബ്രായ ലേഖനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന 9:27. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. പിന്നെ പൗലോസ് പറയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണല്ലോ അത്യുത്തമം. ഫിലിപ്പിയ ലേഖനം 1:23. നിങ്ങൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാൻ. അത് അന്ത്യവിധി കഴിഞ്ഞിട്ടല്ലല്ലോ, ഇപ്പോഴല്ലേ. ശരീരം വിട്ട് കർത്താവിനോടുകൂടി വസിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. 2 കൊരിന്ത്യർ 5:8 പൗലോസ് പറയുന്നുണ്ട്. ഇതൊക്കെ തനത് വിധിയെ അല്ലേ, തനത് വിധി കണക്കിലെടുക്കുന്നു. ഈ അന്ത്യവിധി കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചല്ല പൗലോസ് പറയുന്നത്. ഈ ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത്, ലൂക്കാസിന്റെ സുവിശേഷം 21:43 നീ ഇന്ന് എന്നോടുകൂടി പരദീസയിലായിരിക്കുമെന്ന് പറയുന്നത്, ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ പറയുന്നത്, ഇതെല്ലാം തനത് വിധിയെക്കുറിച്ചുള്ള ബൈബിളിലെ പ്രബോധനങ്ങളാണ്. പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കൾ അടുത്തേക്ക് പോകാനാണ് പൗലോസ് ഇച്ഛിക്കുന്നത് എന്ന് ഹെബ്രായ ലേഖനം 12:23 പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കൾ അടുത്തേക്ക്, നീതിമാന്മാരുടെ ആളുകളുടെ അടുത്തേക്ക് നടത്തും. ഇതെല്ലാം തനത് വിധിയെക്കുറിച്ചുള്ള തിരുവചനങ്ങളാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 10:51 നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോൾ ആളായി മാറിയ ആത്മാവ് ഭൗതിക ശരീരത്തിൽ വേർപ്പെടുന്നതാണ് മരണം. ആ ആളായി മാറിയ ആത്മാവ് ഒരു വിധി നേരിടുന്നു, തനത് വിധി. വിധി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, ഏതെങ്കിലും ഒന്ന്. വിധി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. പല സംഗതികളില്ല. ഒരു ഒറ്റ വിധി എന്ന് വെച്ചാൽ വേർതിരിവെന്നാണ്. നന്മ ഏത്, നന്മ ഏത്, ശിക്ഷ ഏത്, രക്ഷ ഏത്, രണ്ടേ ഉള്ളൂ. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. നരകത്തിൽ പോകണമെങ്കിൽ നരകത്തിൽ പോകാൻ ദൈവം ആരെയും മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. നരകത്തിൽ പോകാൻ ദൈവം ആരെയും അവൻ നരകത്തിൽ പോട്ടെ, യൂദാസ് ഒറ്റിക്കൊടുക്കട്ടെ, അങ്ങനെയൊന്നും ദൈവം നിശ്ചയിക്കുന്നില്ല. കത്തോലിക്ക സഭയുടെ മതബോധനം 10:37. ദൈവത്തിൽ നിന്ന് മനുഷ്യർ
മനഃപൂർവ്വം പിന്തിരിയുന്ന തരത്തിൽ ഒരു മാരകപാപം ചെയ്യുകയും ആ പശ്ചാത്തപിക്കാതെ മാനസാന്തരപ്പെടാതെ മരണം വരെ ആ മാരകപാപത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവൻ മാത്രമേ നരകശിക്ഷയ്ക്ക് അർഹരാകുന്നുള്ളൂ. കത്തോലിക്ക സഭയുടെ മതബോധനം 10:37. ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വം പിന്തിരിയുന്ന തരത്തിൽ മാരകപാപം ചെയ്യുകയും പശ്ചാത്തപിക്കാതെ അനുഗമിക്കാതെ മാനസാന്തരപ്പെടാതെ മരണം വരെ ആ മാരകപാപത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ മാത്രമേ നരകശിക്ഷയ്ക്ക് അർഹരാകുന്നുള്ളൂ. ദൈവത്തിൽ നിന്നുള്ള ശാശ്വതമായ വേർപാടാണ് നരകം. കത്തോലിക്ക സഭയുടെ മതബോധനം 10:56. ബൈബിൾ അതിനെ രണ്ടാമത്തെ മരണം എന്നാണ് വിളിക്കുന്നത്. വെളിപാട് പുസ്തകം 20:14. അപ്പോൾ നരകത്തിൽ പോകണമെങ്കിൽ നമ്മളൊരു മാരകപാപം ചെയ്യുകയും പശ്ചാത്തപിക്കാതെ മാനസാന്തരപ്പെടാതെ ആ മാരകപാപത്തിൽ തുടർന്ന് ആ മാരകപാപത്തിൽ മരിച്ചു പോവുകയും ചെയ്താൽ മാത്രമേ നരകശിക്ഷയ്ക്ക് അർഹരാകുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും, അതായത് മാരകപാപത്തിലല്ല മരിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള മാരകപാപത്തിലല്ല മരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാവർക്കും സ്വർഗമാണ് പ്രതിഫലം. സ്വർഗമാണ് പ്രതിഫലം. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോട് കൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. എന്നാൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ അവർ അവിടുത്തെ മുഖാമുഖം കാണുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 10:23, 10:28. ദൈവത്തിൻ്റെ കൃപാവരത്തിൽ സൗഹൃദത്തിൽ മരിക്കുക, പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ മരിക്കുക. അവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുക മാത്രമല്ല, അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. എന്നാൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ അവർ അവിടുത്തെ മുഖാമുഖം കാണുന്നു. പരിശുദ്ധ തൃത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതത്തെയാണ് സ്വർഗമെന്ന് വിളിക്കുന്നത്. അത് പരിശുദ്ധ കന്യകാമറിയത്തോടും മാലാഖമാരോടും സകല വിശുദ്ധരോടും ഒപ്പമുള്ള തൃത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗമാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 10:24. അവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ഭരിക്കുകയും ചെയ്യും. വെളിപാട് 22:5, മത്തായി 25, 21, 25, 23. അതിനെയാണ് സ്വർഗീയ സഭ, വിജയസഭ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അവർ ശാശ്വത സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ കാണുകയും മഹത്വപൂർണനായ ക്രിസ്തു നിർവഹിക്കുന്ന ദൈവിക ഭരണത്തിൽ വിശുദ്ധ മാലാഖമാരോടൊപ്പം വ്യത്യസ്ത അളവിലും രീതിയിലും പങ്കുചേരുകയും ചെയ്യുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 10:53. ഇതാണ് സ്വർഗം. സ്വർഗം ദൈവത്തെ മുഖത്തോട് മുഖം കാണുന്ന അവസ്ഥയിലുള്ള ആ സ്വർഗം. ഇതല്ലാതെ ഒരു അവസ്ഥ കൂടിയുണ്ട്. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നെങ്കിലും ഹൃദയശുദ്ധിയുടെ പൂർണ്ണതയില്ലാതെ അങ്ങനെ മരിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ അതായത് നരകശിക്ഷയ്ക്ക് അർഹമായ മാരകപാപം ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ കൃപയിലും സൗഹൃദത്തിലാണ് മരിക്കണേ. പക്ഷേ ഹൃദയശുദ്ധിയുടെ അഭാവമുണ്ട്, പൂർണ്ണതയില്ല. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. അല്ലേ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് കർത്താവ് പറഞ്ഞത്, മത്തായി 5:8. അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ. അതായത് ദൈവത്തെ മുഖത്തോട് മുഖം കാണാൻ ദൈവത്തെ പോലെ പരിപൂർണത വേണം, ഹൃദയശുദ്ധി വേണം. അപ്പോൾ ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലാണ് മരിക്കുന്നത്, അതായത് മാരകപാപത്തിലല്ല. എങ്കിലും ഹൃദയശുദ്ധിയിൽ അഭാവമുണ്ട്, അപര്യാപ്തതയുണ്ട്, ദൈവത്തെ പോലെ പരിപൂർണനായിട്ടില്ല. അങ്ങനെയുള്ളവർ കാണും. അങ്ങനെയുള്ളവർക്കുണ്ടെങ്കിൽ അവർക്ക് നിത്യരക്ഷയുടെ സ്വർഗം പ്രതിഫലമായി ലഭിക്കും. കാരണം ഞാൻ പറഞ്ഞു, മാരകപാപം ചെയ്താൽ മാത്രമേ നരകമുള്ളൂ. ഇവർ മാരകപാപത്തിലല്ല മരിക്കുന്നത്. പക്ഷേ അപ്പോൾ രക്ഷയുടെ സ്വർഗം അവർക്ക് പ്രതിഫലമായി ലഭിക്കും. എങ്കിലും ദൈവത്തെ കാണാൻ പറ്റില്ല. ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയശുദ്ധി വേണം, അതായത് ഹൃദയശുദ്ധിയുടെ പൂർണ്ണത വേണം. ദൈവത്തെ പോലെ പരിപൂർണത ഉണ്ടെങ്കിൽ മാത്രമേ പരമപരിശുദ്ധനായ ദൈവത്തെ മുഖത്തോട് മുഖം കാണാൻ കഴിയൂ. അങ്ങനെയുള്ള ആ ദൈവത്തെ കാണാനുള്ള ഭാഗ്യമില്ല. എന്നാൽ നിത്യരക്ഷയുടെ സ്വർഗം പ്രതിഫലമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ശുദ്ധീകരണത്തിനൊരു പ്രസാദ കാലയളവ്, എ ഗ്രേസ് പീരീഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ ദൈവം അനുവദിക്കുന്നു. എ ഗ്രേസ് പീരീഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ. അതിന് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെയാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലം എന്ന വാക്കുകൊണ്ട് പറയുന്നത്. ശുദ്ധീകരണ അവസ്ഥ, ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറയുന്നത് ഈ സ്വർഗം പ്രതിഫലമായി ലഭിച്ചവർക്കുള്ളതാണ്. സ്വർഗം പ്രതിഫലമായി ലഭിച്ചു, പക്ഷെ ദൈവത്തെ മുഖത്തോടകം കാണാനുള്ള ആ ഘട്ടത്തിൽ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന ശുദ്ധീകരണത്തിന്റെ പ്രസാദ കാലയളവാണ് നമ്മൾ ശുദ്ധീകരണ അവസ്ഥ, ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഒരു ധ്യാനഗുരു, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ പോയി തീയിൽ കിടക്കുന്നവരെ കണ്ടു, അവർ മാമോസം മുക്കുന്നൊക്കെ
പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കത്തോലിക്ക സഭയുടെ പ്രബോധനമായി ചേർന്ന് പോകുന്നതാണോ എന്ന് അദ്ദേഹവും അദ്ദേഹത്തെ കേൾക്കുന്നവരും ആത്മശോധന ചെയ്യണം. കത്തോലിക്ക സഭ പഠിപ്പിച്ച കാര്യം ഞാൻ ഈ പറയണേ. ഇത് നിങ്ങൾക്ക് വായിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധനം 1030 ഇപ്പോൾ ഞാൻ പറഞ്ഞ സംഗതി. ഈ ശുദ്ധീകരണത്തിൻ്റെ കാലയളവ് കഴിയുമ്പോൾ അവരും ദൈവത്തെ മുഖാമുഖം കാണും. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത്ര വിശദമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ ശുദ്ധീകരണ സ്ഥലം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് മാണിപ്പറമ്പലച്ചൻ്റെ വ്യക്തിപരമായ ആശയോ അഭിപ്രായമോ അല്ല. കത്തോലിക്ക സഭ തിരുവചനങ്ങൾ അടിസ്ഥാനത്തിലും സഭാപിതാക്കന്മാരുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറയണേ. ഈ നരകത്തിലെ ശമിക്കാത്ത അഗ്നിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ശുദ്ധീകരിക്കുന്ന അഗ്നിയെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ബൈബിൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ചില വചനങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്താൽ ഈ ലോകത്തിലോ വരാനുള്ള ലോകത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. മത്തായി 12:31. ഇത് യേശു പറഞ്ഞ വചന. അപ്പൊ ചില കുറ്റങ്ങൾ ഈ യുഗത്തിൽ ക്ഷമിക്കപ്പെടുമെന്നും മറ്റു ചിലത് വരാനുള്ള യുഗത്തിൽ ക്ഷമിക്കപ്പെടാമെന്നുമല്ലേ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? മഹാനായ വിശുദ്ധ ഗ്രിഗറി അങ്ങനെയാണ് പഠിപ്പിച്ചത്. കത്തോലിക്ക സഭയുടെ മതബോധനം 10:31. അപ്പോ ചില പാപങ്ങൾ ഈ ലോകത്ത് ക്ഷമിക്കപ്പെടും, ചിലത് വരാനുള്ള യുഗത്തിൽ ക്ഷമിക്കപ്പെടും. കർത്താവ് പറഞ്ഞതാണ്. ഈ വരാനുള്ള യുഗത്തിൽ ക്ഷമിക്കപ്പെടുന്ന അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം എന്നും നമ്മൾ പറയണേ. പിന്നെ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു 1 കൊരിന്ത്യർ 3:12-15 ഓരോരുത്തരെയും പ്രവൃത്തി ഏത് വിധമെന്ന് അഗ്നി തന്നെ ശോധന ചെയ്യും. ഒരുവന്റെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ സമ്മാനിതനാകും. അഗ്നിയിലൂടെ എന്നവണ്ണം. ലഘുവായ കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന വിധിക്ക് മുമ്പ് ഒരു ശുദ്ധീകരണ അഗ്നി ഉണ്ടെന്നാണ് പൗലോസ് ശ്ലീഹ പറയണേ. കത്തോലിക്ക സഭയുടെ മതബോധനം 10:31. ഞാൻ മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഈ നരകാഗ്നിയിലെ ആ അഗ്നിക്ക് തുല്യമായ അഗ്നിയല്ല ഇത്. ഒരാൾ ഉള്ളിൽ അനുഭവിക്കുന്ന ശുദ്ധീകരണ അഗ്നിയാണ്. ചുട്ടരിക്കുന്ന അഗ്നിയല്ല, ശുദ്ധീകരിക്കുന്ന അഗ്നിയാണിത്. ഇതേക്കുറിച്ച് ബെനഡിക്ട് 16 2015 ജനുവരി 12 അദ്ദേഹം പറഞ്ഞ ആ ഓഡിയൻസിനകത്ത് പറഞ്ഞൊരു വചനമുണ്ട്. അത് ഞാൻ പറയട്ടെ. അളക്കാനൊക്കാത്ത സ്നേഹവും എല്ലാം തികഞ്ഞ നീതിയുമായ ദൈവത്തെക്കുറിച്ച് ബോധവാനാകുന്ന ആത്മാവ് അഥവാ ആള് ആ ദൈവത്തോട് വേണ്ട വിധം സഹകരിച്ചില്ലല്ലോ എന്നോർത്ത് ഉള്ളിൽ വേദന അനുഭവിക്കുന്നതാണ് ഈ ശുദ്ധീകരണ അഗ്നി. പ്രിയതമനെ കാത്തിരിക്കുന്ന പ്രിയതമ അനുഭവിക്കുന്ന ഹൃദയ നീറ്റൽ പോലെയാണിത്. താൻ സ്നേഹിക്കുന്ന പ്രിയതമൻ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഭാര്യ. ആ കാത്തിരിപ്പ് ഒരു വേദനയുണ്ട്, ഒരു ഹൃദയ നീറ്റലുണ്ട്. വരാൻ വൈകുന്നു, വല്ല അപകടം പിണഞ്ഞോ, സമയത്ത് ട്രെയിൻ കിട്ടിയില്ലേ, സമയത്തിന് ബസ് കിട്ടിയില്ലേ, മഴയാണല്ലോ, കാറ്റാണല്ലോ, ഒരു ഹൃദയ നീറ്റലുണ്ട്. അത് അടുപ്പിൽ തീയിൽ വീണിട്ടുള്ള ആ പൊള്ളൽ പോലെയാണോ? സ്നേഹത്തിന്റെ ഹൃദയ നീറ്റലല്ലേ ഇത്? ശരിയായ സ്നേഹത്തിൽ അങ്ങനെ ഒരു ഹൃദയ നീറ്റലുണ്ട്. അപ്പോൾ ദൈവത്തെ, പരമപരിശുദ്ധനായ സ്നേഹം തന്നെയായ ദൈവത്തെ അവനോട് പൂർണ്ണമായും സഹകരിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഒരാൾ ഉള്ളിൽ അനുഭവിക്കുന്ന ശുദ്ധീകരണ അഗ്നിയാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി. അല്ലാതെ ഈ നരകത്തിലെ അഗ്നിയൊന്നുമല്ല, നരകാഗ്നിയല്ല. അപ്പം അത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത്ര വിശദമായിട്ട് അത് പോകാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മനുഷ്യരുണ്ട്, ശുദ്ധീകരണ ആത്മാക്കൾ എന്ന് പറയുന്നത് അതാണ്. അത് ബൈബിളിൽ പറഞ്ഞ് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന എങ്ങനെ ഫലിക്കും, അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇത് മാണിപ്പറമ്പലച്ചൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുകയോ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളത് കരുതലോടെ ഇരിക്കേണ്ടതുണ്ട്. അവർ മഹാന്മാരായിരിക്കാം, പക്ഷെ കത്തോലിക്ക സഭയുടെ പ്രബോധനമായിരിക്കില്ല ചിലപ്പോൾ പഠിപ്പിക്കുന്നത്. അതിനാൽ കത്തോലിക്ക സഭ എന്ത് പഠിപ്പിക്കുന്നുവെന്ന് ഞാൻ കത്തോലിക്ക സഭയുടെ മതബോധനಕ್ಕೆ നമ്പർ പറഞ്ഞത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഏറ്റുപറയാനും അത് വിശ്വസിക്കാനും അത് തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടാനും ഞാൻ വീണ്ടും നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. മാത്രമല്ല, ഒരുപാട് പേര് നമ്മുടെ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്, സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഒക്കെ നമ്മുടെ വീടുകൾ കയറി വന്നിട്ടൊക്കെ. അപ്പോൾ നമുക്ക് അവരോട് പറയാൻ പറ്റണം, ഇതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം.
നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, ഞങ്ങളുടെ വിശ്വാസമാണ് ശരി എന്ന് ഈ കൂട്ടരോട് പറയാനും ഇനി ഇതൊന്നും കേൾക്കാത്തവരോട് പറയാനും ഞാൻ എന്താണ് ഹൈന്ദവ വിശ്വാസം, എന്താണ് ഇസ്ലാമിക വിശ്വാസം എന്നൊക്കെ സൂചിപ്പിച്ചു. അപ്പോൾ അവരോടൊക്കെ നമുക്ക് പറയേണ്ടി വരും എന്താണ് ക്രൈസ്തവ വിശ്വാസം. അതിനൊക്കെ നമ്മൾ ഇത് കേട്ട് പഠിക്കണ്ടേ? അതിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെയും ഞാൻ ആവശ്യപ്പെടുകയാണ്, കേട്ട് പഠിക്കാൻ. അത് ഈ വചനം കേട്ട് പഠിക്കുന്നത് ഒരു പുണ്യകർമ്മം കൂടിയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.